നിങ്ങൾ വർക്കൗട്ടിന് ശേഷം ചെയ്യുന്ന ഒരു ബിഗ് മിസ്റ്റേക്കാണ് പ്രോപ്പറായിട്ട് ന്യൂട്രീഷൻ എടുക്കാത്തത്. എല്ലാവരും പറയും ഞാൻ വർക്കൗട്ട് കഴിഞ്ഞിട്ട് ചിക്കൻ കഴിക്കുന്നുണ്ട്, എഗ്ഗ് കഴിക്കുന്നുണ്ട്, ഫിഷ് കഴിക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ വേ പ്രോട്ടീൻ കഴിക്കുന്നുണ്ട്. പക്ഷേ ഇതൊന്നും പോരാ നിങ്ങളുടെ മസിൽസ് ബിൽഡ് ചെയ്യാനായിട്ട്. ഇതിന് മസിൽസ് ബിൽഡ് ചെയ്യണമെങ്കിൽ മെയിൻ ഒരു ഘടകം കൂടിയുണ്ട്, കാർബോഹൈഡ്രേറ്റ്. അത് നിങ്ങൾ എടുക്കുന്നില്ല. എല്ലാവരും എന്താ ചെയ്യുക, വർക്കൗട്ട് ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് അൽഫാം കഴിക്കുന്നു, വേറെ എന്താ ഇഷ്ടമുള്ളത് കഴിക്കുന്നു. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഈ കാർബ് മസിൽസിൽ എന്താ ചെയ്യുന്നതെന്ന് നിങ്ങൾക്കറിയോ? കാർബ് നേരെ ബോഡിയിലേക്ക് ഗ്ലൂക്കോസ് സപ്ലൈ ചെയ്യുന്നു. ഗ്ലൂക്കോസ് നേരെ നിന്ന് മസിൽസിൽ ഗ്ലൈക്കോജനായിട്ട് സ്റ്റോർ ആയിരിക്കുന്നു. ആ 1 ഗ്രാം ഗ്ലൈക്കോജൻ എന്ന് പറയുന്നത് 3 ഗ്രാം വാട്ടറിന് നിങ്ങളുടെ മസിൽസിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കറിയില്ല, നിങ്ങളുടെ മസിൽസിൽ ഒരു 70 to 75% വാട്ടറാണ്. സോ നിങ്ങൾ ഒരു ഹൈ ഇൻറ്റൻസിറ്റി വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ഈ വാട്ടർ, ഈ ഗ്ലൈക്കോജൻ എനർജി ആയിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് ഗ്ലൈക്കോജൻ കുറയുന്ന സമയത്ത് വാട്ടറും കുറയും. അപ്പം നിങ്ങളുടെ മസിൽസ് ഡീഹൈഡ്രേറ്റ് ആവും. സോ വർക്കൗട്ടിന് ശേഷം നിങ്ങൾ ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കുക എന്ന് പറയുന്നത് അത് അത്യാവശ്യമാണ്. ഓക്കെ, അങ്ങനെ ചെയ്യാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് റിക്കവറി നടക്കാത്തതും മസിൽസ് ബിൽഡ് ചെയ്യാത്തതും. ഓക്കെ, സോ ഇനി നിങ്ങൾ ആ ഒരു തെറ്റ് ചെയ്യാതിരിക്കുക. നിങ്ങൾ വർക്കൗട്ട് ചെയ്തതിന് ശേഷം നല്ല രീതിയിൽ പ്രോപ്പറായിട്ട് കാർബോഹൈഡ്രേറ്റ് എടുക്കുക, പ്രോട്ടീൻ എടുക്കുക, ഫാറ്റ് എടുക്കുക, എല്ലാം എടുക്കുക. സോ അപ്പം നിങ്ങൾക്ക് നല്ല രീതിയിൽ മസിൽസ് ബിൽഡ് ചെയ്യാൻ പറ്റും. അപ്പം എല്ലാവരും നല്ല രീതിയിൽ മസിൽസൊക്കെ ബിൽഡ് ചെയ്യുക, പൊളിക്കുക.